ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാടേറ്റമടുത്തു പോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ. എൻ വീണ്ടെടുപ്പു നാടേറ്റമടുത്തു പോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും. കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും. മാധുര്യമേറിയിടുന്ന നിൻ വചനം, മാധുര്യമേറിയിടുന്ന നിൻ വചനം. എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ, മരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും, മരണത്തെ ജയിച്ചവനനുദിനവും. മാറാത്തവനായി എനിക്കുള്ളതിനാൽ, മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം, ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ബലഹീനനായ എനിക്ക് കർത്താവ് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അനേക നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. ആ രണ്ടാമത്തെ വരവ് എന്നാണ്, ഏത് സമയത്താണ് വരുന്നതെന്ന് കർത്താവ് പറയുന്നില്ലെങ്കിലും ആ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള അടയാളങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം അപ്പോസ്തലന്മാരും പരിശുദ്ധാത്മാവിലും അത് പറയുന്നുണ്ട്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, അവിടെ കർത്താവ് അനേക അടയാളങ്ങൾ, അനേക മുന്നറിയിപ്പുകൾ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്, അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
സ്വർഗത്തിലെ പിതാവ് മാത്രം അറിയുന്ന കാര്യമാണ്. സ്വർഗത്തിലെ ദൂതന്മാരും അറിയുന്നില്ല, പുത്രനായ യേശുവും അറിയുന്നില്ല. കർത്താവ് തന്നെ പറയുകയാണ്, പുത്രനായ യേശുവും അറിയുന്നില്ല. അപ്പോൾ കർത്താവ് അറിയാൻ താല്പര്യം കാണിച്ചിട്ടുമില്ല. കർത്താവ് പിതാവിനോട് ചോദിച്ചാൽ പിതാവ് പറയും, പക്ഷേ അത് ചോദിക്കുന്നുമില്ല. പിതാവ് മാത്രം അറിയുന്ന കാര്യമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണ്, ഏത് ദിവസമാണ്, ഏത് നാഴികയിലാണ് എന്നുള്ള കാര്യം. എന്നാൽ കർത്താവ് അതിന് മുന്നോടി നടക്കാൻ പോകുന്നതായ സംഭവവികാസങ്ങൾ ഓരോന്നും കർത്താവ് പറയുകയാണ്. ഇവിടെ വായിക്കാം, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്. വായിക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. സ്നേഹമുള്ള കർത്താവ് തന്നെ അനുഗമിക്കുന്നവർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് വിശ്വാസികളോട് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പലരെയും തെറ്റിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ്, ഞാനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും എൻ്റെ പേരെടുത്തുകൊണ്ട് വന്ന് അനേകരെ തെറ്റിച്ചു കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ചും നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. യുദ്ധമുണ്ടോ പിന്നാലെ ക്ഷാമമുണ്ട്, ഭൂകമ്പമുണ്ടോ പിന്നാലെ ക്ഷാമമുണ്ട്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമത്രേ എന്ന് പറയുന്നത് പ്രസവ വേദനയുടെ ആരംഭം മാത്രമാണ്. എന്നാൽ ഇനി വലിയൊരു വേദന വരാൻ പോവുകയാണ്. വായിക്കാം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന അവിശ്വാസികളായ, യേശുക്രിസ്തുവിന്റെ അനുയായികളായവർക്ക് വലിയ ഉപദ്രവം നേരിടും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. പലരും ഇടറിപ്പോകും. വലിയ പീഡ വരുമ്പോൾ, സകലരും പഴിക്കുമ്പോൾ, പകയ്ക്കുമ്പോൾ, സ്വന്തം കുടുംബക്കാർ തന്നെ എതിരായിട്ട് മാറുമ്പോൾ, യേശുവിനെ വിശ്വസിച്ചതിന്റെ പേരിലും യേശുവിന്റെ സാക്ഷിയാകുന്നതിന്റെ പേരിലും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പുകളും കൊലപാതകങ്ങളും വരുമ്പോൾ പലരും ഇടറിപ്പോകും. അന്യോന്യം പകയ്ക്കും, അന്യോന്യം ഒറ്റിക്കൊടുക്കും, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അടുത്ത മുന്നറിയിപ്പാണ്, കള്ളപ്രവാചകന്മാർ അനേകർ വന്ന് അനേകരെ തെറ്റിച്ചു കളയുമെന്ന്. പ്രവാചകനാണെന്ന് തോന്നും, പക്ഷെ കള്ളപ്രവാചകനായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഒറിജിനൽ നോട്ടുമുണ്ട്, കള്ളനോട്ടുമുണ്ട്. ഒറിജിനൽ നാണയമുണ്ട്, കള്ളനാണയവുമുണ്ട്. തിരിച്ചറിയാൻ വിഷമമാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. പക്ഷെ തിരിച്ചറിയാൻ വിഷമമാണ്. ഈ ഒറിജിനൽ അറിയാത്തവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ തിരിച്ചറിയുകയില്ല, അത് ഒറിജിനലാണെന്ന് വിചാരിച്ചു പോകും. അപ്പോൾ ഒറിജിനൽ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥ പ്രവാചകന്മാർ ആരാണെന്ന് അറിയുന്നവർക്ക് മാത്രമേ കള്ളപ്രവാചകനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇതാ ഇവിടെ പറയുകയാണ്, കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. ദൈവത്തിന്റെ വചനം ജനം അറിയണം. ദൈവത്തിന്റെ വചനം നിരന്തരം കേൾക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നല്ല അവഗാഹം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തെറ്റിപ്പോയി പോകും. അന്ത്യനാളുകളിൽ അന്ത്യനാഴികയിലേക്ക് കിടക്കുമ്പോൾ, ഇത് അന്ത്യകാലമാണ്, എന്നാൽ അന്ത്യനാഴികയിലേക്ക് വരുമ്പോൾ അനേകരും ഇടറിപ്പോകും, അനേകർ തെറ്റിപ്പോകും. അനേകരെ കള്ളക്രിസ്തുക്കൾ വന്ന് യേശുവിന്റെ പേരെടുത്ത് വന്ന് അനേകരെ തെറ്റിച്ചു കളയും. കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും, അനേകരെ തെറ്റിച്ചു കളയുമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. വായിക്കാം, കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 11:4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. മറ്റൊരു യേശു എന്താണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിന് വിപരീതമായി ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചാൽ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത, പ്രാപിച്ചിട്ടില്ലാത്ത വേറെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോഴും ലഭിക്കുമ്പോഴും നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമായിട്ട് തോന്നുന്നുവല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം പൊറുക്കുന്നത്?
ദുരാരാധനകൾ വരുമ്പോൾ, ദുരാചാരങ്ങൾ വരുമ്പോൾ, പ്രിയമുള്ളവരെ, വചനത്തിന് വിപരീതമായിട്ട് പലത് സംഭവിക്കുമ്പോൾ, വചനത്തിന് വിരുദ്ധമായിട്ട് പലത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പുറത്തുകൊള്ളുന്നത് എന്ത്? നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലേ? അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. അതെന്താണ് അങ്ങനെ പറയുന്നത്? ക്രിസ്തു ഒന്നല്ലേ ഉള്ളൂ, പിന്നെ വേറെ ക്രിസ്തു ഉണ്ടോ? പ്രിയമുള്ളവരെ, അതെന്താണ് അങ്ങനെ പറയുന്നത് അറിയാമോ? അതെ, ഞാൻ പണ്ട് വായിച്ചതാണ്. അമേരിക്കൻ സാഹിത്യകാരനായിരിക്കുന്ന ഖലീൽ ജിബ്രാൻ, അദ്ദേഹം ഒരു ഭാവന എഴുതിയിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു പൂന്തോപ്പ്. ആ പൂന്തോട്ടത്തിൽ രണ്ട് വ്യക്തികൾ അല്പനേരം സംസാരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അല്പനേരമേ മുന്നോട്ട് പോയുള്ളൂ. ആ രണ്ട് വ്യക്തികൾ എഴുന്നേറ്റു. ഒരു വ്യക്തി മറ്റേ വ്യക്തിയോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരുകയില്ല, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരുകയില്ല എന്ന്. ആരൊക്കെയാണ് വ്യക്തികൾ? ഒന്ന്, നസറായനായ യേശു. രണ്ട്, ക്രിസ്ത്യാനികളുടെ യേശു. നസറായനായ യേശു ക്രിസ്ത്യാനികളുടെ യേശു കൊണ്ട് പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരുകയില്ല എന്ന്. ഭാവനയാണേ. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് ക്രിസ്ത്യാനികളുടെ യേശു എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരമാണോ ജീവിതം? വചനപ്രകാരമാണോ നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും? ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ടാകാം, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം, പെരുന്നാളുകളിൽ പങ്കെടുക്കുന്നുണ്ടാകാം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടാകാം, പഠിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാകാം. എന്നാൽ വേദപുസ്തകത്തിൽ യേശുവിനെ പരിചയമുണ്ടോ? ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനെന്ന് അതിനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച മനസ്സറിഞ്ഞൊരു പാപം വരികയില്ലെന്ന് തീരുമാനമുണ്ടോ? ക്രിസ്ത്യാനികളുടെ യേശുവിന്റെ കീഴിലുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയാണെന്ന് അറിയാമോ? ക്രിസ്ത്യാനികളുടെ യേശുവിന് കീഴിലുള്ള ക്രിസ്ത്യാനികൾക്ക് മദ്യം കഴിക്കാൻ പള്ളിയിൽ പോകാം, മദ്യം കഴിക്കാൻ കൂട്ടായ്മയിൽ പോകാം, ആരെയും തട്ടിക്കാം, വെട്ടിക്കാം, പറ്റിക്കാം, ആരുടെയും പിടിച്ചു പറിക്കാം. പക്ഷെ കൂട്ടായ്മയിൽ വരാം, വചനം കേൾക്കാം. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ആരെയും ഭയമില്ല, നീതിയില്ല, സത്യസന്ധതയില്ല, വിശ്വസ്തതയില്ല, വിശുദ്ധിയില്ല, ദൈവം എന്നെ കാണുന്നു എന്നുള്ള ചിന്തയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്തയില്ല. ആരോടും ഈ നാവ് വെച്ച് എന്തും പറയും. ദൈവത്തെ സ്തുതിക്കേണ്ട നാവാണ്. ഇതേ നാവ് കൊണ്ട് തന്നെ സാക്ഷ്യവും പറയും. സത്യവചനം കേൾക്കുന്നവരെ, നിങ്ങളുടെ നാവ് സ്വർഗത്തിലെത്തുമോ? അതരം ചലിപ്പിച്ച് എന്തും പറയുകയാണ്. ആരെയും പ്രാകാൻ മടിയില്ല, ആരെക്കുറിച്ചും കുറ്റം പറയാൻ മടിയില്ല, ഏതെങ്കിലും വ്യക്തികളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ ഒരു മടിയുമില്ല. സഹോദര, നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ആ വ്യക്തിയോട് തന്നെ പറയൂ, ആ വ്യക്തി തിരുത്തട്ടെ. മറ്റുള്ളവരോട് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് പരദൂഷണമല്ലേ? ക്രിസ്ത്യാനികളുടെ യേശു നസ്രായനായ യേശുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നസ്രായനായ യേശു ദൈവപുത്രനായ യേശുവാണ്. നസ്രായനായ യേശു ക്രിസ്തുവാണ്. നസ്രായനായ യേശു ദൈവത്തിന്റെ കുഞ്ഞാടാണ്, അറക്കപ്പെട്ട കുഞ്ഞാടാണ്. പാപികൾക്ക് പാപപരിഹാരം വരുത്തുവാൻ വേണ്ടി രക്തം ചിന്തിയവനാണ്. അവന്റെ തിരുരക്തത്താലാണ് പാപമോചനമുള്ളത്. എന്നാൽ ഇതൊന്നും പറയാതെ പല ദേവാലയങ്ങളിലും പല കൂട്ടായ്മരങ്ങളിലും നടക്കുന്ന എന്ത്? വിശ്വാസം. നല്ലൊരു വിഷയമാണ്, വേണം, വിശ്വാസത്തെക്കുറിച്ച് പറയണം, പറയണമെന്നല്ല. പക്ഷെ വിശുദ്ധിയില്ലാത്ത എന്ത് വിശ്വാസം? പ്രവൃത്തിയില്ലാത്ത എന്ത് വിശ്വാസം? യാക്കോബ് സ്ലീഹ ചോദിക്കുന്നുണ്ട്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പിശാചുക്കളും വിശ്വസിക്കുന്നില്ലേ? ദൈവം ഏകനെന്ന് പിശാചുക്കൾ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. നിന്റെ വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസമാണോ? പ്രവൃത്തിയിലല്ലോ പിശാചിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം പ്രവൃത്തിയിലുണ്ടോ? എങ്കിലത് പ്രവൃത്തിയിൽ കാണിക്കൂ. സ്വഭാവത്തിന് മാറ്റമില്ലാതെ ദേവാലയത്തിൽ പോയിട്ട് എന്ത് കാര്യം? സ്വഭാവത്തിന് മാറ്റമില്ലാതെ നാളുകളായിട്ട് കൂട്ടായ്മയിൽ വന്നിട്ട് എന്ത് കാര്യം? വചനം കേൾക്കുന്നവർ വചനപ്രകാരം ജീവിപ്പാൻ തയ്യാറല്ലെങ്കിൽ എന്തിനു കേൾക്കണം? കുമ്പസാരിച്ചാൽ മതി, കുർബാന സ്വീകരിച്ചാൽ മതി, നിത്യജീവൻ ഉറപ്പ്. ജീവിതം എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇന്ന് പല ക്രിസ്ത്യാനികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ബിസിനസ് യാത്രകളെല്ലാം നടത്തുമ്പോൾ, പല ക്രിസ്ത്യാനികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മദ്യം കഴിക്കാൻ ഒരു മടിയുമില്ല. ദൈവത്തിന്റെ വചനത്തെ പഴിക്കാനോ ദുഷിക്കാനോ കളിയാക്കാനോ ഒരു മടിയുമില്ലാത്ത ക്രിസ്ത്യാനികളുണ്ട്. ദൈവഭയമില്ല. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകത്തിൽ കത്താനുള്ളവരാണവർ. അവർക്ക് ദൈവഭയമില്ല. തലേ ദിവസം മദ്യം കഴിച്ചിട്ട് പിറ്റേ ദിവസം കുർബാന കാണും. അതിനെ എതിർക്കുന്ന ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ? പാപത്തിനെതിരെ വിശുദ്ധിയെക്കുറിച്ച് ശക്തമായിട്ട് പ്രസംഗിക്കുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ കൂട്ടായ്മയിലോ ദേവാലയത്തിലുണ്ടോ?
വിശുദ്ധിയില്ല എങ്കിൽ കർത്താവിനെ കാണാൻ പറ്റുകയില്ല എന്ന് സത്യവചനം പറയുന്ന എത്ര കൂട്ടായ്മക്കാരുണ്ട്, എത്ര പ്രസംഗരുണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ള വചനം പ്രഘോഷിക്കുന്ന എത്ര സുവിശേഷകന്മാരുണ്ട്, എത്ര അപ്പസ്തോലന്മാരുണ്ട്, എത്ര ഉപദേഷ്ടകന്മാരുണ്ട്. ഇന്ന് കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആത്മീയ മണ്ഡലം. ഹൃദയത്തിൽ യേശുവില്ലാതെ യേശുവിനെ കുറിച്ച് പറയുന്നു, ജയമില്ലാതെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, വിശുദ്ധിയില്ലാതെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ സ്വഭാവമായ സ്നേഹവും താഴ്മയും എളിമയും വിനയവും സൗമ്യതയും ഇല്ലാതെ സുവിശേഷ പ്രസംഗർ അനേകരുണ്ട്. ബഹുമാനിക്കേണ്ടതായ ജീവിത പങ്കാളിയെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച് കുത്തുവാക്കുകൾ പറയുന്ന സുവിശേഷ പ്രസംഗർ അനേകരുണ്ട്. ഭാര്യയാണ്, അതുകൊണ്ട് ബഹുമാനിക്കണ്ടായിരുന്നോ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. അങ്ങനെയാണോ? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടാണ് സ്നേഹിച്ചത്. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ ജീവൻ കളയാൻ നീ തയ്യാറാകണമെന്ന്, അത്രമാത്രം സ്നേഹിക്കണമെന്ന്, ഭാര്യയെ ബഹുമാനിക്കണമെന്ന്. ഉണ്ടോ? നിന്റെ ബെറ്റർ ഹാഫായ ജീവിത പങ്കാളിയെ ബഹുമാനിക്കാൻ നീ തയ്യാറാണോ? ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ സുവിശേഷം പറയാൻ വരുന്നു? ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു? ഭർത്താവിനെ ഭയപ്പെടണമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. സാറ യജമാനൻ എന്ന രീതിയിലാണ് അബ്രഹാമിനെ ബഹുമാനിച്ചത്, അതുപോലെ ഭർത്താവിനെ ബഹുമാനിക്കണം. ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ, കുടുംബത്തിൽ സാക്ഷ്യമില്ലാതെ, ആയിരിക്കുന്ന രംഗത്ത് സാക്ഷ്യമില്ലാതെ ദൈവത്തിന്റെ വചനം പറയുന്ന നടക്കുന്നവർ കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിലേക്ക് വരികയാണ്, ദുരുപദേഷ്ടകന്മാരുടെ ലിസ്റ്റിലേക്ക് വരും. പിശാച് നിന്നെ കൈക്കലാക്കും. നിന്നിലൂടെ നേടേണ്ടതായ ജനത്തെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകനായിട്ട് നീ മാറും. ആദ്യത്തെ കള്ളപ്രവാചകൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യത്തെ കള്ളപ്രവാചകൻ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ദൈവം തൻ്റെ മോഹന സൃഷ്ടിയായ ആദാമിനെ സൃഷ്ടിച്ചു. സ്വന്തം ഛായയിലും രൂപത്തിലും സ്വന്തം സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലാക്കി. അവിടെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. സകലത്തിൻ്റെ അധികാരം കൊടുത്തു. ഭൂചര ജന്തുക്കളുടെ മേലും പറവകളുടെ മേലും എല്ലാം വാഴുവാനുള്ള അധികാരം മനുഷ്യന് കൊടുത്തു. തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ആ ഒരൊറ്റ നിബന്ധന ദൈവം വെച്ചോളൂ. അവിടെ വന്നു ഒരു കള്ളപ്രവാചകൻ. ആരാണ് ആദ്യത്തെ കള്ളപ്രവാചകൻ? സാത്താൻ. അവൻ പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഒരു വചനം പോലെ പറയുകയാണ്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുമെന്ന് വചനം പറയുന്നു. വെളിച്ചദൂതന്റെ മാലാഖയുടെ വേഷം ധരിച്ചു വരും. സാത്താനും സുവിശേഷം പറയും. സുവിശേഷകന്മാരെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാൻ തെറ്റിദ്ധരിച്ചേക്കരുത്. ജീവിത വിശുദ്ധി ഉണ്ടോ എന്ന് നോക്കണം, ജീവിതത്തിൽ ജയമുണ്ടോ എന്ന് നോക്കണം. സാത്താനും വചനം പറയും. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് വചനം പറഞ്ഞില്ലേ? ദേവാലയത്തിന്റെ അഗ്രത്തിന് മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടുക. 91 സങ്കീർത്തനം എടുത്ത് പറയുകയാണ്, ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിക്കുകയില്ലയോ? വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് വരികയാണ് സാത്താനും. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ അവൻ വന്നു. കള്ളപ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവത്തിന് വചനത്തിനെതിരായിട്ട് പറഞ്ഞു. ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് സാത്താനെ കുറിച്ച് പറയുന്നത്. അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നു എന്നാണ് സാത്താനെ കുറിച്ച് പറയുന്നത്. മനുഷ്യജാതികളെ മുഴുവനും അറപ്പാനും മോഷ്ടിപ്പാനും മുടിപ്പാനും വന്ന സാത്താൻ. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് അവനറിയാം. തെറ്റിദ്ധാരണ കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനത് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പ്രിയമുള്ളവരെ, ആദാം വീണു, ഹൗവ വീണു, മാനവജാതി മുഴുവൻ വീണു. ആദ്യത്തെ കള്ളപ്രവാചകൻ, ജനത്തെ വഞ്ചിക്കുന്നവൻ പിശാചാണ്. പിശാചിൻ്റെ ആത്മാവുള്ളവരെല്ലാം കള്ളപ്രവാചകന്മാർ തന്നെയാണ്. അന്ത്യകാലത്ത് അവസാന നാളുകളിൽ വഞ്ചനയുടെ ആത്മാക്കൾ അത്യധികം സജീവമാവുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അനേകരെ തെറ്റിക്കുമെന്ന്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിലും ഞാനത് വേഗം ഒന്ന് വായിച്ചു പോകാം. കള്ളപ്രവാചകന്മാരെ കൂടാതെ കള്ള അപ്പസ്തോലന്മാർ എന്ന് പറയുന്നു. വ്യാജ സുവിശേഷകന്മാർ, കള്ള ഇടയന്മാർ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട് കള്ള ഇടയന്മാർ, ദുരുപദേഷ്ടകന്മാർ, കപട വേലക്കാർ, കലക്കപ്രിയർ, കള്ള സഹോദരന്മാർ. കൂട്ടായ്മയിലുണ്ട് കള്ള സഹോദരന്മാർ, ക്ഷുദ്രക്കാർ, ആകാത്ത വേലക്കാർ. വേദപുസ്തകം പറയുകയാണ് അവരെക്കുറിച്ച്. ക്രൂശിന്റെ ശത്രുക്കൾ, ചതിയന്മാർ, വഞ്ചകന്മാർ, ചീർക്കുന്നവർ,
ഭോഷ്ക് പറയുന്നവർ, അഹങ്കാരികൾ, ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നവർ, ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നവർ, വരുമാനത്തിനുള്ള മാർഗമാക്കുന്നവർ. യൂദാസ് ഒരിക്കൽ പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്? കാരണം പണസഞ്ചി സൂക്ഷിക്കുന്ന അവനായിരുന്നു, അതിലിട്ടത് എടുത്തു വന്നിരുന്നത് അവനായിരുന്നു. അതുകൊണ്ട് അവൻ പണത്തെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, ഇത് വെറും ചെലവ് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട്. ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നവർ എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്. പണത്തിന് വേണ്ടി ജനത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ട് ജനത്തിൻ്റെ പാപത്തെക്കുറിച്ചൊന്നും പറയില്ല. അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി തമാശകളെല്ലാം ചേർത്ത് പാട്ടും ഡാൻസെല്ലാം ആയിട്ട് ജനത്തെ സന്തോഷിപ്പിക്കുന്നവരുണ്ട്. വേദപുസ്തകം അറിയാത്തവർ തെറ്റിപ്പോകും. കർത്താവായ യേശു ക്രിസ്തു വചനം പ്രസംഗിച്ച് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം? തമാശ പറഞ്ഞാണോ കർത്താവായ യേശു ക്രിസ്തു ആത്മാക്കളെ നേടാൻ നോക്കിയത്? അപ്പോസ്തലന്മാർ വചനം പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം? തമാശ പറഞ്ഞും കളിചിരി ഉണ്ടാക്കിയും ഡാൻസ് കളിച്ചും തുള്ളിയും സ്റ്റേജിൽ കിടന്നും മറിഞ്ഞും തൂവാല വീശിയുമാണോ ആത്മാക്കളെ നേടിയത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്നതായ വചനമാണ് ജനത്തിന് കൊടുത്തത്. 10 വർഷം മുമ്പോ 20 വർഷം മുമ്പുള്ള റെക്കോർഡല്ല കിട്ടി കളിപ്പിക്കുന്നത്. അതൊരു ശുശ്രൂഷയാക്കുമ്പോൾ സൂക്ഷിക്കണം. അന്നു വേണ്ട ആഹാരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് 3 അപ്പം വായ്പ തരണമേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. മകൻ അപ്പനോട് യാചിച്ചാൽ അത് നൽകിയില്ലേ? ദോഷികളായ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം എത്രയധികം നൽകും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ജനത്തിന് കൊടുക്കേണ്ടതായ വചനം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. കർത്താവേ, എന്താണ് ഞാൻ പറയേണ്ടത്? സ്വന്തം ഇഷ്ടം വരാൻ പാടില്ല, സ്വന്തം മനസ്സിൽ തോന്നിയതുപോലെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചന പുസ്തകം അവിടെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായിക്കാം, 13-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർക്കെതിരെ എസെക്കിയേൽ പ്രവാചകനെ ദൈവം ഉദ്യമിപ്പിച്ചു വിടുകയാണ്. മനുഷ്യപുത്ര, നീ ഇസ്രായേലിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് നീ പ്രവചിക്കണം. എന്ത്? സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരാണ് അവർ. സ്വന്തം ഹൃദയങ്ങളിൽ നിന്നാണ് പ്രവചനം. അടുത്തത്, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും സ്വന്തം മനസ്സിനെ പിന്തുടരുന്നു. സ്വന്തം ഹൃദയത്തിൽ നിന്ന് പ്രവചിക്കുന്നു, സ്വന്തം മനസ്സിനെ പിന്തുടരുന്നു. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് അവർ വ്യാജം ദർശിക്കുന്നു, കള്ളപ്രശ്നം ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. സ്വന്തം ഹൃദയത്തിൽ നിന്നും സ്വന്തം മനസ്സിൽ നിന്നും സ്വന്തം ദർശനത്തിൽ നിന്നും വ്യാജം പ്രസംഗിച്ചിട്ട് പറയുകയാണ് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവമാണ് നിങ്ങളോട് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. സ്വന്തം അരുളപ്പാട് ദൈവത്തിൻ്റെതല്ല. കള്ളപ്രവാചകന്മാർ പ്രവചിക്കുന്നത് സ്വന്തം ഹൃദയത്തിൽ നിന്നും സ്വന്തം മനസ്സിൽ നിന്നും വ്യാജം ദർശിച്ചുകൊണ്ടാണ് പ്രവചിക്കുന്നത് എന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യം കൂടെ വായിക്കാം. 4-ാം വാക്യം, ഇസ്രായേലേ, നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. ഈ കള്ളപ്രവാചകന്മാർ ശൂന്യപ്രദേശത്തിലെ കുറുക്കന്മാരെ പോലെയാണ് എന്ന്. വ്യാജവും കൗശലവുമാണ് കുറുക്കന്റെ സ്വഭാവം. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഹെരോദാവിനെ കുറുക്കൻ എന്നാണ് വിളിച്ചത്. ഹെരോദാവിൻ്റെ വ്യാജവും കൗശലവും കണ്ടിട്ട് കർത്താവ് വിളിക്കുകയാണ്, ആ കുറുക്കനോട് നിങ്ങൾ ചെന്ന് പറയൂ. ഹെരോദ രാജാവിനെയാണ് കർത്താവ് വിളിച്ചത്. ദൈവത്തിന് മഹത്വം. പിന്നീട് ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് അവർ എന്ന്. വഞ്ചനയും ഉപായവും. പുറമെ ആടാണെന്ന് തോന്നും, പക്ഷെ അകത്ത് ചെന്നായിയാണ്. ആട്ടിൻകുട്ടിയാണെന്ന് തോന്നും, പക്ഷെ കടിച്ചു കീറുന്ന ചെന്നായാണ് കള്ളപ്രവാചകന്മാർ. പ്രസംഗം ഒന്ന്, പ്രവൃത്തി വേറൊന്ന്. അങ്ങനെയുള്ളവരുണ്ട്. അടുത്ത കാര്യം, 13-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. സമാധാനമില്ലാതെയിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ട്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറയരുത് എന്ന്. ദൈവം കോപത്തോടെ നോക്കുന്ന ദേശത്തിനടുക്കൽ ചെന്ന് സമാധാനം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കരുത് എന്ന്. ജനത്തിന് അവരുടെ പാപം മൂലം അനർത്ഥം വരുമെന്ന് യഥാർത്ഥ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ പറയും, നിങ്ങൾ പേടിക്കേണ്ട, സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന്. സ്വന്തം ഹൃദയത്തിൽ നിന്നല്ലേ പറയുന്നത്, സ്വന്തം മനസ്സിൽ നിന്നല്ലേ പറയുന്നത്. ഒരു ദേശത്തിന് ദൈവം കൊടുക്കുന്ന സന്ദേശം റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു ദേശത്ത് കളിപ്പിക്കുന്നത് ശരിയാണോ? ദൈവം കോപത്തോടെ ഉറ്റുനോക്കുന്നതായ ശാപഗ്രസ്തമായ ചില ദേശങ്ങളുണ്ട്.
അവിടെ അനുഗ്രഹത്തിന്റെ വചനം പറയണമോ, കേൾപ്പിക്കണമോ? സൂക്ഷിക്കുക പ്രിയമുള്ളവരെയും. ദൈവത്തിന് മാത്രം സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകന്മാർ എന്ന്. പിന്നീട് പറയും, ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷ്ണത്തിനും വേണ്ടി അവർ ദൈവത്തിന് വചനം പറയുന്നു എന്ന്. അവരാണ് വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. വായിക്കാം, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളയോ എന്ന് ശോധന ചെയ്യുവീൻ. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരിശോധിക്കണം. കൂട്ടായ്മക്കാരായ നമ്മൾ കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയണം? ദുരുപദേഷ്ടകന്മാരെയും കള്ള അപ്പസ്തോലന്മാരെയും എങ്ങനെ തിരിച്ചറിയണമെന്നാണ് അവിടെ പറയുന്നത്. കള്ള അപ്പസ്തോലന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളയോ എന്ന് ശോധന ചെയ്യണം. എങ്ങനെ ശോധന ചെയ്യാൻ പറ്റും പ്രിയമുള്ളവരെ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്യാം. ഒന്ന്, കർത്താവ് പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയുണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്ന തിരുവെഴുത്തിന്റെ പരിശോധന, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന. ഈ പെന്തക്കോസ്ത് കാലം വന്നപ്പോൾ 120 പേര് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ദേശത്ത് വന്നിരിക്കുന്നതായ പല ജാതികളിലുള്ളവർ, പല ദേശങ്ങളിലുള്ളവർ അവരവരുടേതായ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ഇതെങ്ങനെ, ഇതെന്തായിരിക്കും എന്ന് അതിശയിച്ചു ചോദിക്കുകയാണ്. വായിക്കാം. പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഇതെങ്ങനെ? 12-ാം വാക്യം. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചിട്ട് ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് എന്ന് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഇത് എന്തെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണോ? ഇത് എങ്ങനെയെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണോ? ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത തിരുവെഴുത്ത് പോലെയാണ്. അന്ത്യകാലത്തെ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. കള്ളപ്രവാചകന്മാരെ കണ്ടെത്താനുള്ളൊരു മാർഗം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 2-ാമത്തെ കാര്യം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നേരായ വഴിയിലൂടെ നടത്തുമാറാക്കും. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. 1 യോഹന്നാൻ 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കാം. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾക്ക്, ആത്മാവിനെ പ്രാപിച്ചവർക്ക്, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചവർക്ക് ഇവൻ കള്ളപ്രവാചകനാണോ യഥാർത്ഥ പ്രവാചകനാണോ, ഇവൻ ഉപദേഷ്ടാവാണോ ദുരുപദേഷ്ടാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് വായിക്കാം. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളിൽ വസിക്കുന്നു. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അവനിൽ വസിപ്പിൻ. ദൈവത്തിന് മൊത്തം ആ ഉപദേശം പോലെ അവനിൽ വസിപ്പിൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവർക്ക് പരിശുദ്ധാത്മാവ് കള്ളപ്രവാചകന്മാരെ വരച്ചു കാണിച്ചു തരുമെന്ന്. 3-ാമത്, അവരവർക്കായ്ക്കുന്ന ഫലം നോക്കിയാൽ മതിയെന്ന്. നമുക്ക് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഭാഗം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തെറ്റിപ്പോകും. ഭാവി തലമുറകൾ ചിന്തിക്കണം,
നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? വചനം വേണം, വചനം കൊടുക്കണം. മക്കൾക്ക് വചനം കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പോകിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വചനം കേൾപ്പിച്ചു കൊടുത്തോളണം. വചനത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണം. വചനം അറിയാത്ത ജനം തെറ്റിപ്പോകും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ജനം തെറ്റിപ്പോകും. പരിശുദ്ധാത്മാവില്ലാത്ത കൂട്ടായ്മയും സത്യവചനം പ്രസംഗിക്കാത്ത കൂട്ടായ്മയിലും ഉള്ളതായ ജനം തെറ്റിപ്പോകും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് ഈ കള്ളപ്രവാചകന്മാർ. ദൈവത്തിൽ നിന്ന് അരുളപ്പാട് വാങ്ങിക്കാതെ ജനത്തെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷ വിരോധികളായവരും അവർ ആടുകളുടെ വേഷം പൂണ്ട് വരുന്ന ചെന്നായ്ക്കളാണ്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. അവരെങ്ങനെ അറിയാൻ പറ്റും? അതും കർത്താവ് പറയുന്നുണ്ട്. അടുത്ത വാക്യം ഒരു വായിക്കാം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അവർ കായ്ക്കുന്ന ഫലം ഏതെന്ന് നോക്കിയാൽ മതി. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. അവർ കായ്ക്കുന്ന ഫലം നോക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, കൂട്ടായ്മയിൽ നിങ്ങൾ പരിശോധിക്കണം. ഈ പറയുന്ന പ്രസംഗിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കൂട്ടായ്മക്കാർ, അല്ലെങ്കിൽ വിശ്വാസികൾ, അവരുടെ ജീവിതം എങ്ങനെയുണ്ട്, അവർ കായ്ക്കുന്ന ഫലം എന്താ എന്ന് പരിശോധിക്കണം. നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളുടെ ഇടവകയിലും നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളെ നടത്തുന്നു എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരാണ്? അവർ കള്ളപ്രവാചകന്മാരാണോ? അവർ ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തെയും വഞ്ചിക്കാൻ സാധ്യതയുള്ളവരാണോ? നിങ്ങൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. ഇന്ന് എവിടെ നോക്കിയാലും കാണാം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ജനത്തെ കാണാം. പള്ളികളിൽ നോക്കിയാൽ കാണാം, കൂട്ടായ്മകളിൽ നോക്കിയാൽ കാണാം, കൺവെൻഷനുകളിൽ നോക്കിയാൽ കാണാം. എല്ലാവരും കർത്താവേ കർത്താവേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കിടക്കുകയുള്ളൂ. എന്താണ് പിതാവിന്റെ ഇഷ്ടം? താൻ അയച്ചവനെ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ആശ്രയിക്കുക, യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനായിട്ട് ജീവിതം കൊടുക്കുക, യേശുവിൻ്റെ തിരക്തത്താലുള്ള പാപബോധനം പ്രാപിക്കുക, യേശു എന്ന രക്ഷകനെ കൈക്കൊള്ളുക, യേശുവിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുക, താൻ അയച്ചവനെ വിശ്വസിക്കുക. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അടുത്ത വാക്യം. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പല കൂട്ടായ്മക്കാരും, പല പ്രവാചകന്മാരും, പല പ്രസംഗകരും, പല വിശ്വാസികളും, പല വോളണ്ടിയേഴ്സും, പല സുവിശേഷ വേലക്കാരും, പല വീടുകൾ തോറും സുവിശേഷ വേല ചെയ്യുന്നവരും, പല മിഷണറിമാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂട്ടായ്മ കൂടി, നിന്റെ നാമത്തിൽ പല സുവിശേഷ പ്രവർത്തികളും ഞങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ വരെ പുറത്താക്കി വീര്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും കൂടി വന്ന് ഒരുമിച്ച് കൂട്ടായ്മ പ്രസംഗങ്ങളെല്ലാം നടത്തിയത്, നിന്റെ നാമത്തിൽ പലതും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവകാശപ്പെട്ടുകൊണ്ട് വരും. കർത്താവ് പറയുകയാണ്, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് വിട്ടുപോകുവിൻ, എന്നെ വിട്ടുപോകുവിൻ. അധർമ്മക്കാരെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ, നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി വെച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അഴുക്ക് വെച്ചുകൊണ്ട്, കോപം വെച്ചുകൊണ്ട്, ദുഷ്ടത വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട്, വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ, തമ്മിൽ പിണക്കവുമായിട്ട്, കൂട്ടായ്മയിൽ ഭിന്നതയുമായിട്ട് നടന്നിട്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ വരികയാണോ? എന്നെ വിട്ടുപോക, എന്നെ വിട്ടുപോക എന്ന് ഞാൻ തീർത്തു പറയും. ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കാത്ത എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു നാൾ കേൾക്കുന്ന ശബ്ദമാണ്, എന്നെ വിട്ടു പോകുവിൻ. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടും നിങ്ങൾ അനുദപിച്ചില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും വഹിച്ചിട്ടും പാപപരിഹാരം വരുത്തിയിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചില്ലല്ലോ. ഈ പിശാചിനും കള്ളപ്രവാചകനും ഇടം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചുവല്ലോ. നിങ്ങളുടെ പ്രവൃത്തികൾ മോശമായിരുന്നല്ലോ.
നിങ്ങളിൽ യേശുവിൻ്റെ സ്വഭാവം കണ്ടില്ലല്ലോ. അന്ന് കർത്താവ് പറയുമ്പോൾ അനേകരും വിലപിക്കും, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന്. എന്ത്? ഞാൻ നിൻ്റെ നാമത്തിലല്ലേ കർത്താവെ കൂട്ടായ്മ കൂടിയത്? നിനക്ക് വേണ്ടിയല്ലേ കർത്താവെ സുഖമില്ലെങ്കിലും ഒരുപാട് യാത്രകൾ ചെയ്തത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ കർത്താവെ തൊള്ള തുറന്ന് ഞാൻ പ്രസംഗിച്ചതും ഞാൻ സാക്ഷ്യം പറഞ്ഞതും സുവിശേഷ വേല ചെയ്തതും? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വെയിൽ കൊണ്ടും മഞ്ഞുകൊണ്ടും മഴ കൊണ്ടും ഓരോ വീടുകളിലും കുന്നുകളിലും കയറി ഇറങ്ങി നടന്നതും കഷ്ടത സഹിച്ച് യാതന സഹിച്ചും ജീവിച്ചതും? ഇല്ല, എനിക്ക് നിന്നെ അറിയാൻ പാടില്ല. നിൻ്റെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു മോനെ. നീ പാപം വിടാത്തതുകൊണ്ട്, എൻ്റെ രക്തത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ട്, പിശാചിനെ സ്നേഹിച്ച് ലോകത്തെ സ്നേഹിച്ച് ലൗകികനായിട്ടും പിശാചിൻ്റെ അടിമയായിട്ടും ജീവിച്ചതുകൊണ്ട് എനിക്ക് നിന്നെ കൈക്കൊള്ളാൻ പറ്റിയില്ല. നീ വേഗം ഇവിടുന്ന് പോ. ഞാൻ പരിശുദ്ധിയുടെ ദൈവമാണ്, ഞാൻ വിശുദ്ധിയുടെ ദൈവമാണ്. അശുദ്ധി വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കല്ലേ, എന്നെ വിട്ടു പോ. ഭൂമിയിലായിരുന്നപ്പോൾ അശുദ്ധനായ നിനക്ക് എൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപങ്ങൾ മുഴുവനും മോചിച്ചു കിട്ടുവാൻ അവകാശമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. എന്നാൽ അത് പ്രാപിക്കാതെ നീ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. എനിക്ക് നിന്നെ കാണണ്ട, എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ തീർത്ത് പറയുമെന്ന് കർത്താവ് പറയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ കർത്താവിൻ്റെ കാൽപാദം കെട്ടിപ്പിടിക്കുകയാണ്. കർത്താവേ, നിന്നെ പ്രസംഗിച്ച നാവും അധരങ്ങളും, നിന്നെ പ്രസംഗിച്ച എൻ്റെ അവയവങ്ങൾ, നിന്നെ സ്തുതി പാടിയ എൻ്റെ അധരങ്ങൾ ഒരിക്കലും നരകത്തിൽ പോയി കത്തരുതേ എന്ന് മാത്രമല്ല, നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കർത്താവേ, നിന്നെ ഒരു നോക്ക് കാണുവാൻ, നിൻ്റെ പാദം മുത്തുവാൻ ഞാൻ നിൻ്റെ അടുക്കലൊന്ന് വന്നോട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളുവിൻ, അവസാനത്തോളം നിങ്ങൾ സഹിച്ചു നിൽക്കുക, അവസാനത്തോളം നിങ്ങൾ ഉറച്ചു നിൽക്കുക. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും സഹോദര, നീ പതറരുത്. ഏറെ കുരികളിനേക്കാളും നീ വിശേഷതയുള്ളവനല്ലയോ? നിന്നെ സ്നേഹിച്ച് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതല്ലേ? ഇപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളുടെ സകല പാപത്തിനും പരിഹാരമുണ്ട്. സഹോദരന്മാരെ, ഇപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതുവരെ ചെയ്തു കൂട്ടിയതായ ഏതെല്ലാം പാപങ്ങളുണ്ട്, കള്ളപ്രവചനം നടത്തിയോ, കള്ള ഉപദേഷ്ടാവായിട്ട് നീ ജീവിച്ചുവോ, തെറ്റുകൾ പറ്റിയോ, ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം പിശാചിനെ ഹൃദയത്തിൽ സേവിച്ചുവോ, നിങ്ങൾ എന്തെല്ലാം പാപങ്ങൾ വന്നു, എന്തെല്ലാം അശുദ്ധികൾ വന്നു, എന്തെല്ലാം അതിക്രമങ്ങൾ വന്നു, എന്തെല്ലാം അകൃത്യങ്ങൾ വന്നു, ഇപ്പോൾ അനുദപിച്ചാൽ പാപമോചനം ഒഴുകി വരുന്ന യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപം മോചിച്ചിരിക്കുകയാണ്, നിന്റെ ശാപം നീക്കുകയാണ്, നിന്റെ ബന്ധനം അഴിക്കുകയാണ്. നിനക്കൊന്ന് അനുദപിക്കാമോ? എൻ്റെ കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. രക്ഷക, അറിവില്ലായ്മയിലൂടെ അനേക പാപങ്ങൾ ഞാൻ ചെയ്തു പോയി, അറിഞ്ഞുകൊണ്ടും അനേക പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പാപങ്ങൾ മോചിച്ചിരണമേ. നിന്റെ വലിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ അന്ധകാരം നീക്കണമേ, പ്രകാശം ഉദിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, നീ വരണമേ, എൻ്റെ ചങ്കരയ്ക്ക് വരണമേ. എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞവനെ, ഇന്നു മുതൽ ഞാൻ നിന്റെ വകയായിട്ട് ജീവിച്ചോളാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നതിനായ സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ വാക്കുകളെയും മധുരങ്ങളെയും കേൾക്കുന്ന ഓരോ മക്കളും, ഇന്ന് സമർപ്പിക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ തൊക്കണം, പുതിയൊരു ജീവൻ തുടങ്ങുവാൻ തൊക്കണം. അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ തലമേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ശാപങ്ങളും ബന്ധനങ്ങളും അഴിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.